قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صدق الله العلي العظيم. فكالنبيين في خلق وفي خلق ولم يدانوا في علم ولا كرم ولأمة سيدنا ومولانا محمد صلى الله عليه وسلم. കന്നക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫുസ് സ്വാലിഹീങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സമസ്ത അപരാധങ്ങളെയും പ്രഭു തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധു, മിത്രാദികൾ, നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെ മണ്ണറകളെ അല്ലാഹു മണിയറകളാക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പാരാഭാരം പോലെ ലോകത്താകമാനം പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ മനസ്സാകുന്ന മാണിക്യക്കൊട്ടാരത്തിന്റെ ഉൾത്തടങ്ങളിൽ വിരാജിക്കുന്ന മുസ്ലിം ലോകത്തിന്റെ കണ്ണിലുണ്ണിയും ആത്മീയാചാര്യനുമായ ഹബീബുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വലിലെ സുന്ദരമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ജന്മം കൊണ്ട് ജാജ്വലവും കർമ്മം കൊണ്ട് കമനീയവുമായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാതെ എവിടെ അവസാനിപ്പിക്കണമെന്നറിയാതെ പകച്ചുപോയ ഒരുപാട് ചരിത്രകാരന്മാരെയും കവികളെയും ഒക്കെ നമുക്ക് കാണാം. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് 500 വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ജീവിച്ച ലോകം കണ്ട ഏറ്റവും വലിയ ഒരു കവിയായിരുന്നു ശറഫുദ്ദീൻ അബി അബ്ദുല്ലാഹിൽ ബൂസിരി റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകള് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി കവിത എഴുതി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ തുടങ്ങി: ആമീൻ തദക്കുരി ജീറാനി ബിദി സലമി മാദജത ദർമൻ ജവാമി മുഖലത്തിൻ ബിദമി അബ്ഹബത്തി റീഹു മിൻ തിൽഖായി കാളിമത്തിൻ വഔമദൽ ബർഖു ഫിൽ മാഇ മിൻ അളമി فما لعينيك إن قلت تكففا خمطا وما لقلبك إن قلت تستفق يهمي എന്ന് തുടങ്ങിയിട്ട് മഹാനവറുകൾ ഇങ്ങനെ കാളിമയെ പറ്റി
അവിടുത്തെ സുന്ദരമായ പ്രകൃതിയിലെ കാറ്റുകളെയും മറ്റുമൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, ലൗലൽ ഹവാ ലം തുരിക് ദംഅൻ ലാ തുലലി വലാ അരിഖത ലിദിക്രിൽ ബാനി വൽ അലമി. തന്റെ മനസ്സാകുന്ന മാണിക്യക്കൊട്ടാരത്തിന്റെ ഉൾത്തടങ്ങളിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ മനസ്സകത്തിൽ വിരാജിക്കുന്ന ഹബീബുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ട് തന്റെ കണ്ണുകൾ സജനങ്ങളായതിനെ പറ്റിയിട്ട് കവി ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, എങ്ങനെയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് ഞാൻ വിശേഷിപ്പിക്കുക? ഇതുപോലെ ഏതൊരു വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ ഒരാളെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഇതുപോലെ വേറൊരു സൃഷ്ടിയുമില്ല എന്ന് മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇതുപോലെ എത്രയോ ചരിത്രകാരന്മാർ, മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ കൂട്ടത്തിലെ പ്രസിദ്ധനായ കവിയായിരുന്നു. മഹാനവറുകൾ ഇങ്ങനെ പാടി, വഅഹ്സനു മിൻക ലം തറഖത ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. നബിയേ, വഅഹ്സനു മിൻക ലം തറഖത ഐനി, ഇതുപോലെ ഭംഗിയുള്ള ഒന്നിനെയും ഒരാളെയും ഒരു വസ്തുവിനെയും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഇത്രയും ഭംഗിയുള്ള ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. മാനവர்கள் ഇങ്ങനെ പാടിയിട്ട് പറയുകയാണ്, ഇത്രയും ഭംഗിയുള്ള, ഇത്രയും കാണാനഴകുള്ള ഒന്നിനെയും ഈ ലോകത്ത് കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, ഹബീബായ തങ്ങളെ പോലെ ജമാലിയത്തും കമാലിയത്തും നൂറാനിയത്തുമുള്ള ഒന്നിനെയും ഒരു സ്ത്രീ പ്രസവിച്ചിട്ടില്ല. മഹാനവറുകൾ ഇങ്ങനെ പാടിയിട്ട് പറയുകയാണ്, ഹുലിഖത മുബറഅം മിൻ കുല്ലി ഐബി കഅന്നക ഹുലിഖത കമാ തശാഉ. ഹബീബായ നബിയേ, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് പറഞ്ഞ് അവിടുന്ന് പറയുകയാണ്, ഹുലിഖത മുബറഅം മിൻ കുല്ലി ഐബി. ഓരോ മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ എന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് ന്യൂനത ഉണ്ടാകും. നമ്മളിൽ ഓരോരുത്തരെയും പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. പക്ഷേ അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് ഒരു കുറവുമില്ലാത്തവരാണ്. കഅന്നക ഹുലിഖത കമാ തശാഉ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിശേഷിപ്പിച്ചപ്പോൾ ഹബീബായ നബി തങ്ങള് അവിടുത്തെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ മദീനത്തെ പള്ളിയിൽ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്തിന് പ്രത്യേകമായ ഒരു പീഠമുണ്ടായിരുന്നു. അവിടെ ഇരുന്ന മഹാനവറുകൾ കവിത ഇങ്ങനെ പാടുമായിരുന്നു. അങ്ങനെ പാടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാന ബിറൂഹിൽ ഖുദ്സ്. അല്ലാഹുവേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ടു പോയ പദവി റൂഹുൽ ഖുദ്സ്, ആ ഉന്നതമായ ഉദാത്തമായ പദവിയിലേക്ക് ഹസ്സാനിനെ നീ ഉയർത്തണേ അല്ലാഹ്. മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സർഗ്ഗ പരതയ്ക്ക് വേണ്ടിയിട്ട് മഹാനവറുകളുടെ ഉന്നതമായ അവസ്ഥയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹിനെ പറ്റിയിട്ട് വർണ്ണിച്ച് തീർക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ അങ്ങേയറ്റം സ്നേഹിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിലുള്ള മനുഷ്യനായി മാറുന്നത്, മുഅ്മിനായി മാറുന്നത്. കാരണം നബി തങ്ങളില്ലാതെ അല്ലാഹുവില്ല. അല്ലാഹുവിനെ
പറ്റി പരിചയപ്പെടുത്തിയത് നബിതങ്ങളാണ്. ഈ ലോകം പടക്കപ്പെടാൻ തന്നെ കാരണഭൂതരായ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞു, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും എല്ലാത്തിനേക്കാളും ഉപരി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ യഥാർത്ഥ മുഅ്മിനാവുകയില്ല. സൂറത്തു തൗബയിലൂടെ അല്ലാഹു പറഞ്ഞത് അത് തന്നെയാണ്. ഉല്ലികാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅശീറത്തുക്കും വഅംവാലുൻ തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാബഹാ വമസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി. എല്ലാത്തിനെയും ഉപരിയായിട്ട് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, മഹാനായ നബി തങ്ങൾ പറഞ്ഞു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറുൽ ഫാറൂഖ് അടക്കമുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മഹാനായ ഉവൈസുൽ ഖറൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഖറൻ എന്ന് പറയുന്ന നാട്ടിലുള്ള ഉവൈസ്, യമനിലെ ഖറൻ സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം. അദ്ദേഹത്തിന്റെ വസൂരി വന്നിട്ട് അതിന്റെ മാറിയതിന്റെ ഒരു ചെറിയ നാണയത്തിന്റെ ദിർഹത്തിന്റെ അത്രയും ഒരു പാടവശേഷിക്കുന്നുണ്ട്. ആ വ്യക്തിയെ നിങ്ങൾ പോയി കണ്ടുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണമെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിനുള്ള പ്രത്യേകത എന്തായിരുന്നെന്നറിയോ? നബി തങ്ങളെ കാണാൻ വേണ്ടി ഒരുപാട് കൊതിച്ചു. പക്ഷേ പ്രായമുള്ള മാതാവിനോട് പറഞ്ഞപ്പോൾ മദീനത്ത് പോകാൻ ആ മാതാവ് സമ്മതിച്ചില്ല. കാരണം ഏക മകൻ പോയി കഴിഞ്ഞാൽ പിന്നെ താൻ ഒറ്റയാകുമെന്ന് കരുതിയിട്ട് സമ്മതിക്കാത്ത ആ മാതാവിനെ വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോകാൻ തയ്യാറാകാതിരുന്ന ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന മഹാനവറുകൾ ആരെങ്കിലും മദീനത്ത് നിന്നുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ, യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വരുന്നവരാണ് ണെങ്കിൽ അവരോട് ചോദിക്കും, ഹൽ മിൻ മദീന, ഹൽ മിൻ മദീന, നിങ്ങൾ മദീനയിൽ നിന്നാണോ വരുന്നത്? എൻ്റെ റസൂലുള്ളാഹിനെ നിങ്ങൾ കണ്ടോ? എൻ്റെ റസൂലുള്ളാഹിന്റെ വിശേഷം എന്താണ്? മദീനത്തെ വിശേഷം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്ന മഹാനായ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണേ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ആരുടെയും മുമ്പിൽ കൈകൂപ്പാത്ത ഉമർ റളിയല്ലാഹു അൻഹു, ആരുടെ മുമ്പിലും വഴങ്ങാത്ത ഉമർ റളിയല്ലാഹു അൻഹു, കിസ്റ ഭരിക്കുന്ന കൈസർ വരെ ഞെട്ടിവിറക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ യമനിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ആരെയാണ് അന്വേഷിക്കുന്നതെന്നറിയുമോ? ഖറൻ സ്വദേശിയായ ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന വ്യക്തിയെ. എന്നിട്ട് പറയും, അദ്ദേഹത്തെ കണ്ടിട്ട് പറയുകയാ, നിങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് സലാം പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുകയാ, എന്നിട്ട് ദുആ ചെയ്യിപ്പിക്കുകയാ. നിങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ എൻ്റെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നബിദിനത്തിന്റെ അന്ന് വരുമ്പോൾ കൊടിതോരണങ്ങൾ തൂക്കിയിട്ട് അന്നത്തെ ദിവസം നമ്മൾ ആഹ്ലാദ പ്രകടനങ്ങളുമായി ഇറങ്ങുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള ആശികീങ്ങളാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ആഘോഷത്തിലല്ല കാര്യം, ആലോചനയിലാണ് കാര്യമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ ഒരു മാസത്തെ മാത്രമല്ല, ഒരു വർഷം മുഴുവനും ആ നബിതങ്ങളെ പറ്റിയിട്ടുള്ള ആലോചന ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേണം. മഹാന്മാരായ സഹാബത്ത് അങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉഹുദിൽ അവിടുത്തെ പല്ല് പോയി എന്നറിഞ്ഞപ്പോ ഉവൈസ് ഇബ്നു ആമിർ തന്റെ പല്ലുകൾ മുഴുവനും കുത്തി പൊട്ടിച്ചെന്ന് കളയുകയാ. റസൂലുള്ളാഹിക്ക് പല്ല് പോയെങ്കിൽ എനിക്കും പല്ല് വേണ്ട എന്ന് ആ പ്രേമം അങ്ങേയറ്റം മലയടിച്ചപ്പോൾ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ നേതാവിനോടുള്ള അതമ്യാനുരാഗത്തിന്റെ അനുഭൂതിദായകമായ അവാച്യമായ ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചെയ്തത് അങ്ങനെയായിരുന്നെങ്കിൽ മഹാനായ നബി തങ്ങൾ അവിടുന്ന് വഫാത്തായപ്പോൾ മദീന മൂകാന്തരീക്ഷമായി പോയി. മഹാനായ നബി തങ്ങളില്ലാത്ത മദീന വിജനമായി, ആരെയും എവിടെയും കാണുന്നില്ല. എല്ലാവരും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വീടിന്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. പലരും ബോധം കെട്ടു വീണുപോയി. പ്രിയപ്പെട്ടവരെ, 3 ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ത് ചെയ്യുമെന്നറിയാതെ, നബി തങ്ങൾ വഫാത്തായതിന്റെ വിഷമം സഹിക്കറിയാതെ നബി തങ്ങളുടെ ജനാസ വെച്ചത്. സാധാരണ ഏതെങ്കിലും ഒരു മയ്യത്താണെങ്കിൽ അതിൽ നിന്നുകൊണ്ട്
ഒരു പക്ഷേ ദുർഗന്ധം വമിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് ഖബറടക്കാൻ വൈകിപ്പോയി. ആ സമയത്ത് ഒരു സഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ആമി ഐനിയ, പടച്ചവനെ എൻ്റെ കണ്ണിന്റെ കാഴ്ച കളയണേ അല്ലാഹ്. നബി തങ്ങളെ കണ്ട മദീന, നബി തങ്ങളില്ലാത്ത ആ മദീന ഇനി എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹാബി ദുആ ചെയ്തത് ചരിത്രത്തിന്റെ താരീഖിന്റെ കിതാബുകളിൽ കാണാവുന്നതാണ്. താരീഖു മദീനത്തുൽ മആലിമി മദീനത്തുൽ മുനവ്വറ എന്ന കിതാബിലെ ഡോക്ടർ അഹമ്മദ് യാസീനെ പോലെയുള്ള മഹാത്മാക്കൾ മദീനയുടെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളെ രേഖപ്പെടുത്തിയതായി കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഹദീസുകളിൽ കാണാം, ഇദാ ദുകിറ ഇൻദൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബകാ ഹത്താ ലാ യബ്കാ ഫീ ഐനൈഹി. മഹാന്മാരായ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയപ്പെട്ടു കഴിഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ അപ്പോൾ അവിടുന്ന് കരയുമായിരുന്നു. അതായിരുന്നു സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരത്രമാത്രം സ്നേഹിച്ചിരുന്നു. തങ്ങളുടെ മാതാപിതാക്കളെക്കാളും തങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരൊക്കെയുണ്ടോ അവരെക്കാളും എല്ലാം ഏറ്റവും കൂടുതൽ നബി തങ്ങളെ സ്നേഹിച്ചവരായിരുന്നു സഹാബത്ത്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് എത്തിച്ചേരാൻ കഴിയണം. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതിരാ സമയത്ത് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു വേഷപ്രച്ഛന്നനായി ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ ഒരു വീടിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ പ്രായമുള്ള ഒരു ഉമ്മ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പാട്ടുപാടുകയാണ്. ഖുറൈശികളായ ആളുകൾ കവിത ചൊല്ലുന്നതിൽ നിപുണരായിരുന്നു. അതേപോലെ തന്നെ മക്കയിലുള്ള ആളുകളൊക്കെയും കവികളായിരുന്നു അധികവും. അതുകൊണ്ട് തന്നെ ആ ഉമ്മ ഇങ്ങനെ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പാടിയിട്ട് ആ ഉമ്മ പറയുകയാണ്, ഹൽ തജ്മഉനി വഹബീബി അദ്ദാർ. അല്ലാഹുവേ അല്ലാഹുവേ എന്നെ നീ പെട്ടെന്ന് മരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മരണമേ നീ എന്നെ ഒന്ന് വേഗം ഒന്ന് പുൽകിയാലും എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ ഇങ്ങനെ പാടിയിട്ട് എന്റെ ഹബീബിന്റെ അടുക്കലേക്ക് എനിക്ക് എത്താൻ ആഗ്രഹം വരുന്നു. അതുകൊണ്ട് റബ്ബേ എന്നെ ഒന്ന് പെട്ടെന്ന് വിളിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉമ്മ ഇങ്ങനെ പാട്ട് പാടുന്ന സമയത്ത് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു അതിങ്ങനെ കേൾക്കുകയാ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി ഇങ്ങനെ കരയുകയാ. എന്നിട്ട് ആ ഉമ്മയോട് പറയുന്നു, ഉമ്മ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണല്ലോ. ഈ ഉമറിനെയും കൂടിയിട്ട് അവിടുത്തെ ദുആയിൽ കൂട്ടണേ എന്ന് മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. വഫയാത്തുൽ വഫ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ഇല്ലാത്ത മദീനത്ത് ജീവിക്കാൻ കഴിയാത്ത ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ നാട് വിട്ടുപോയ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ അടിമയായി കഴിഞ്ഞപ്പോൾ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുകൊണ്ട് ശരീരങ്ങൾ മുഴുവനും മുറിവായിട്ട് ശരീരത്തിൽ നിന്നുകൊണ്ട് രക്തം അടപൊട്ടി ഒഴുകിയപ്പോൾ ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ബിലാലിനെ മോചിപ്പിക്കാൻ പറഞ്ഞിട്ട് ഉമയ്യത്തിന്റെ അടിമയായിരുന്ന ബിലാലിന് മോചനം നൽകിയ റസൂലുള്ളാഹി തങ്ങൾ ആ നബി തങ്ങളില്ലാത്ത മദീനത്ത് ജീവിക്കാൻ കഴിയാതെ ഭ്രാന്തനെ പോലെ നാട് വിട്ടുപോയ ബിലാൽ റളിയല്ലാഹു അൻഹു അവസാനം തിരിച്ചു വന്നു. ഹസനും ഹുസൈനും ബാങ്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ ബാങ്കിന്റെ വിളിയാളം മലയടിച്ചപ്പോ മദീനത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് ബാങ്ക് മുഴങ്ങുമ്പോ ബിലാൽ വന്നു എന്ന് പറഞ്ഞിട്ട് അപാരവൃദ്ധം ജനങ്ങളും അവിടെ ഒരുമിച്ച് കൂടിയപ്പോ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് ഉച്ചരിക്കുമ്പോ ഹബീബായ മുത്തുനബിയുടെ പേര് പറയാൻ കഴിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹു വിങ്ങിപ്പൊട്ടിയിട്ട് മദീനത്തെ പള്ളിയിൽ ബാങ്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ അവിടെ തളർന്നു വീണുവെങ്കിൽ ആ ബിലാൽ മരിക്കുന്ന സമയമായപ്പോ ചിരിച്ചുകൊണ്ടിരിക്കുകയാ. അപ്പൊ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാ, എന്റെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഞാൻ പോവുകയാണല്ലോ.
മരണമാണല്ലോ എൻ്റെ ഹബീബിലേക്ക് പോകുന്നതിന് എനിക്ക് തടസ്സമുള്ളത്. അതുകൊണ്ട് എൻ്റെ ഹബീബിന്റെ അടുക്കലേക്ക് പോകുന്നതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഞാൻ സന്തോഷിക്കുകയാണെന്ന് പറഞ്ഞ മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതായിരുന്നു സഹാബത്ത് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ചത്. ചരിത്രങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണുകളിൽ നിന്നുകൊണ്ട് കണ്ണീരൊഴുകും. മഹാന്മാരായ ഇമാമീങ്ങൾ അയിമ്മത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഉഹദിന്റെ രണാങ്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ഉമ്മയോട് വന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി. പിന്നെ തന്റെ പ്രിയപ്പെട്ട വല്ലഭൻ തന്നോടൊപ്പം ഒരുപാട് സുഖദുഃഖങ്ങൾ പങ്കിട്ടുകൊണ്ട് തന്റെ ജീവിതത്തിൽ എല്ലാമായി തീർന്ന തന്റെ പ്രിയതമൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അപ്പോഴും അവർ ചോദിച്ചു, ഐന റസൂലുള്ളാഹ്, എന്റെ റസൂലുള്ള എവിടെയാണ്? മാ ഫഅല റസൂലുള്ളാഹ്, എന്റെ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് തന്റെ ഭർത്താവും തന്റെ പ്രിയപ്പെട്ട പിതാവും തന്റെ മകനും മരിച്ചു വീണപ്പോൾ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് അന്വേഷിച്ച സഹാബത്ത്, ആ സഹാബത്തിനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അവര് സ്നേഹിച്ചതുപോലെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ശത്രുക്കൾക്ക് നിങ്ങളുടെ വാളിനേക്കാളും ഭയം അബ്ദുല്ലാഹി ഇബ്നു റവാഹത്തിന്റെ വാക്കുകളാണ് എന്ന് പറഞ്ഞ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സഹാബത്തിനോട് പറഞ്ഞു, ഇജ്ലിസു അയ്യുഹസ് സഹാബ, സഹാബത്തെ ഇവിടെ ഇരിക്കുവീൻ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ മദീനത്തെ പള്ളിയിലുള്ള സഹാബത്തിന് ഇരിക്കാൻ പറഞ്ഞത്. ആ സമയത്ത് ആ പള്ളിയുടെ പുറത്ത് എനിക്കും നിൽക്കുകയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു റവാഹ. ചുട്ടുപഴുത്ത മലരാരണ്യത്തിൽ അവിടെ ഇരിക്കുകയാ. നബി തങ്ങൾ ഇരിക്കാനല്ല പറഞ്ഞത്, ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരാകുമോ എന്ന് ചിന്തിച്ച അബ്ദുല്ലാഹി ഇബ്നു റവാഹ അവിടെ ഇരിക്കുകയാ. എന്നിട്ട് നബി തങ്ങളുടെ സദസ്സിൽ വന്നാലല്ലേ ഇൽമു കേൾക്കാൻ കഴിയുകയുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് ചുട്ടുപഴുത്ത മലരാരണ്യത്തിലൂടെ ചന്തിയിട്ടുകൊണ്ട് നിരങ്ങിയിട്ട് നബി തങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോ പറഞ്ഞു, നബിയെ അവിടെ നിന്ന് ഇരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാൻ പുറത്തു നിൽക്കുകയായിരുന്നു. അവിടുത്തെ കൽപ്പനക്കെതിരാകുമെന്ന് കരുതിയിട്ട് ഞാൻ അവിടെ ഇരുന്നു നബിയെ. എന്നിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് നിരങ്ങി വന്നതാ. ഇത് അവിടുത്തെ കൽപ്പനക്കെതിരാകുമെങ്കിൽ അവിടെ നിന്ന് എന്നോട് പൊറുക്കണം യാ റസൂലല്ലാഹ്. അപ്പൊ നബി തങ്ങൾ ദുആ ചെയ്തു, സാദഖല്ലാഹു ബിക ഇർസൻ അലത്തിബായി റസൂലില്ലാഹ്. ഭൂതാരണാങ്കളത്തിന് നേതൃത്വം നൽകിയ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹു തആല സാദഖല്ലാഹു ബിക ഇർസൻ അലത്തിബായി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹുവിനെ ഇത്തിബാഅ ചെയ്യാൻ അല്ലാഹു നിനക്ക് ഇനിയും അവസരം നൽകട്ടെ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ സുന്ദരമായ ജീവിതം അത് നമ്മൾ പിൻപറ്റണം. പ്രിയപ്പെട്ടവരെ, നബി തങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, റബീഉൽ അവ്വലിന്റെ അന്ന് ഘോഷയാത്ര നടത്തിയത് കൊണ്ട് മാത്രമായില്ല, നബി തങ്ങളെ എത്രമാത്രം നമ്മൾ പിൻപറ്റുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ നമ്മൾ എത്രമാത്രം പിൻപറ്റുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ചു കൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് ഓരോ ആളുകളും എത്രമാത്രം പ്രശംസിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്രയോ ചരിത്രകാരന്മാർ, എത്രയോ ബുദ്ധിരാക്ഷസന്മാർ, ഈ ലോകത്ത് ജീവിച്ചു പോയ മഹാമനീഷികൾ റസൂലുള്ളാഹി തങ്ങളെ പറ്റിയിട്ട് എത്രയോ പുകഴ്ത്തി പറഞ്ഞു. മഹാത്മാഗാന്ധി പറഞ്ഞത് മഹാജീവിതം എന്നാണ് നബി തങ്ങളെ പറ്റി പറഞ്ഞത്. ഇതുപോലെ ഒരു ലോകത്ത് ഇതുപോലെ ഒരു മനുഷ്യനെ കാണാൻ കഴിയില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. ലാമാർക്കും പറഞ്ഞത് താരതമ്യങ്ങളില്ലാത്ത വ്യക്തിത്വം എന്നാണ്. അതുപോലെ താരതമ്യം ചെയ്യാൻ വേറൊരു വ്യക്തിത്വമില്ലെന്നാണ് പറഞ്ഞത്. അതുപോലെ മൈക്കൽ എച്ച് ഹാർട്ട് അദ്ദേഹം പറഞ്ഞത് ലോകത്തെ സ്വാധീനിച്ച വ്യക്തികളിൽ ഏറ്റവും ഒന്നാമതായിട്ട് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്
തന്നെയാണ് എണ്ണിയത്. ബെർണാഡ് ഷാ പറഞ്ഞത് മനുഷ്യ വിമോചകനാണെന്ന. ഇതുപോലെ നബിതങ്ങളെ പറ്റി പറഞ്ഞു തീർക്കാൻ വാക്കുകളില്ല. പ്രിയപ്പെട്ടവരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദാത്തമായ ഉത്കൃഷ്ടമായ ആ ജീവിതം അത് നമ്മുടെ ജീവിതത്തോട് പറിച്ചു നടാൻ, അവിടുത്തെ സുന്നത്തുകൾ അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക. ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ നാട്ടില് നബിദിനം വരുന്ന സമയത്ത് അതിനെ വിമർശിച്ചുകൊണ്ട് പല ആളുകളും ഇങ്ങനെ ഒരു ആഘോഷം വേണോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് വന്നപ്പോ സഹാബത്ത് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ എന്ന് പറഞ്ഞുകൊണ്ട് ആ നബി തങ്ങൾ സ്വീകരിച്ചു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുൽ പാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവിടുത്തെ പേരിൽ ദഫ് നാം നേർച്ചയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുള്ള അവസരം കൊടുത്തു. ഇതൊക്കെ സഹീഹായി വന്ന ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ഇതിനെ പലരും വിമർശിക്കുന്നു. നബിദിനത്തിന് എല്ലാവരും തെളിവ് ചോദിക്കും, എന്നാലോ ഓണാഘോഷം വരുമ്പോൾ അതിനൊരു തെളിവും വേണ്ട നമുക്ക് ആഘോഷിക്കാൻ. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദം വേണം. പക്ഷേ മതസൗഹാർദ്ദത്തിന്റെ പേരിട്ടുകൊണ്ട് മറ്റുള്ളവന്റെ ആ മതത്തിന്റെ ചര്യകളും അവരുടെ അനുഷ്ഠാനങ്ങളും നമ്മൾ നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, നബി തങ്ങൾ പറഞ്ഞു, മൻ തശബ്ബഹ ഫഇന്നഹു മിൻഹും. ആര് ഏതൊരു സമുദായത്തിനെ പിൻപറ്റുന്നുണ്ടോ, മൻ തശബ്ബഹ ഫഇന്നഹു മിൻഹും, അവര് അതിൽപ്പെട്ടവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പള്ളികളിലൊക്കെ ഒന്നാം സഭ